സംസ്ഥാനത്തെ പുതിയ റോഡുകളുടെയും മേൽപ്പാലങ്ങളുടെയും നിർമ്മാണം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള സാമ്പത്തിക പുനഃസംഘടനാ പാക്കേജിൽ കൊച്ചിയുടെ സമഗ്ര വികസനത്തിനുതകുന്ന ഒട്ടേറെ പദ്ധതികൾ. സീപോർട്ട് എയർപോർട്ട് റോഡ് ഉൾപ്പെടെ സംസ്ഥാനത്തെ 4 ഹൈവേകളുടെയും 48 മേൽപ്പാലങ്ങളുടെയും നിർമ്മാണം RBDCക്ക് ഏറ്റെടുത്തു നടത്തും. കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ രണ്ടാം ഭാഗമാണ് പ്രധാന പദ്ധതികളിലൊന്ന്. 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത പൂർത്തീകരിച്ചാൽ തിരക്കേറിയ കളമശ്ശേരി, ആലുവ പ്രദേശങ്ങൾ ഒഴിവാക്കി മരടിൽ നിന്ന് വാഹനങ്ങൾക്ക് വളരെ എളുപ്പം എയർപോർട്ടിൽ എത്തിച്ചേരാനാകും. ഇരുമ്പനം മുതൽ HMT വരെയുള്ള ഭാഗങ്ങൾ 4 വരി പാതയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ പഠന റിപ്പോർട്ട് ഫെഡോ തയ്യാറാക്കി വരികയാണ്. സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ സെക്കൻഡ് ഫേസ് കളമശ്ശേരി മുതൽ കരിയാട് വരെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെയുള്ള 15 കിലോമീറ്റർ വളരെ ചെലവേറിയ ലാൻഡ് അക്വിസിഷനാണ് ഏറ്റവും കോസ്റ്റ് ഉള്ളത്. ആ വർക്ക് സമയബന്ധിതമായി തീർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിൽ വലിയൊരു പങ്ക് അതിനെ വഹിക്കാൻ കഴിയും. 27 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന തങ്കളം കാക്കനാട് 4 വരിപ്പാതയും 18 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും. ഇതോടെ ഹൈറേഞ്ചിലേക്കും ശബരിമലയിലേക്കുമുള്ള യാത്ര സുഗമമാകും. ചേർത്തല മുതൽ കോട്ടയം വരെയുള്ള 4 വരിപ്പാതയും പരിഗണനയിലുണ്ട്. കുട്ടനാട്, കുമരകം എന്നീ വിനോദസഞ്ചാര മേഖലകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് പാത നിർമ്മാണം. പുല്ലേപ്പടി ഉൾപ്പെടെ കൊച്ചിയിൽ നിർമ്മാണം പൂർത്തിയാകാനുള്ള മേൽപ്പാലങ്ങളും ത്വരിതഗതിയിൽ പൂർത്തിയാക്കാനാണ് RBDCയുടെ തീരുമാനം. മനോരമ ന്യൂസ്